എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അനലൈറ്റിക്കൽ റീസണിംഗ് ആണ്. റീസണിംഗിലെ ഒരുപാട് ടോപ്പിക്സ് നമുക്കറിയാം. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം മറ്റു പല ടോപ്പിക്സിലെ നോളജും നമുക്ക് ഇവിടെ ചെറിയ രീതിയിലെങ്കിലും ആവശ്യമുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പസിൽസ് ആണ്. ഇപ്പം അനലൈറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അതിനെ ചുരുക്കാനോ പിടിച്ചിടാനോ സാധിക്കില്ല. കാരണം ഒരു വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അനലൈറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിബോധം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡിഡക്റ്റീവ് സ്കിൽ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. പസിൽസ് ആണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. അനലൈറ്റിക്കൽ പസിൽസ് എന്ന് പറയും. അതിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഓർഡറിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാം. ഈവൻ നമ്മുടെ ഫാമിലി റിലേഷൻ, ബ്ലഡ് റിലേഷനിലെ ചോദ്യങ്ങളല്ല, ഫാമിലി റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ വിചാരിക്കും ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് സെയിം സംഭവം തന്നെ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ബ്ലഡ് റിലേഷനിൽ നമ്മൾ സാധാരണ തരുന്ന ക്ലൂസ് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ആൾക്കാരുടെ ജോലി, ഈവൻ ബ്ലഡ് റിലേഷൻ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ആൾക്കാരുടെ ജോലിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡേറ്റാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പസിൽ സോൾവ് ചെയ്യുക, ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. ഈവൻ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അനലൈറ്റിക്കൽ റീസണിങ്ങിന്റെ ഭാഗമായിട്ട് അറേഞ്ച്മെന്റ് അല്ല ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരെ ഇന്ന സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇറ്റ്സ് കമ്മിങ് അണ്ടർ അനലൈറ്റിക്കൽ റീസണിങ്. അപ്പൊ അത് ഏതൊക്കെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും അനലൈറ്റിക്കൽ റീസണിങ്ങിൽ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനലൈറ്റിക്കൽ റീസണിംഗ് ഈസ് മെയിൻലി ഡീലിംഗ് വിത്ത് പസിൽസ്. അനലൈറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡീൽ ചെയ്യേണ്ടത് എന്തുമായിട്ടാണ്? പസിൽസുമായിട്ടാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. പസിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പസിൽ ഉണ്ടാവുക അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ പസിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റോ ഇൻഫർമേഷൻ ഗിവൺ ഫോർ എ സീക്വൻസ് ഓർ ആൻ ഓർഡർ. സീക്വൻസ് പ്രകാരമുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഓർഡർ പ്രകാരമുള്ളതോ ആയ ഒരു കാര്യം, എ തിങ് വിച്ച് നീഡ്സ് ടു ബി അറേഞ്ച്ഡ് സിസ്റ്റമാറ്റിക്കലി. അതായത് ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്. അതായത് നമ്മുടെ യുക്തിബോധം അനുസരിച്ച് നമ്മൾ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. So that the sequence or order of thing is correctly depicted. അതായത് വ്യക്തവും ശക്തവുമായ ലോജിക്കൽ അനാലിസിസിലൂടെ ഡെപ്പിക്ട് ചെയ്യുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പസിൽസ് ഉണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് അനലൈറ്റിക്കൽ പസിൽസ് ബേസ്ഡ് ഓൺ കണ്ടീഷനിങ്, ഗ്രൂപ്പിംഗ്. ഇപ്പൊ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇപ്പൊ നമുക്കൊരു കുറച്ച് ആൾക്കാരുടെ ഒരു ടീം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ആ ഗ്രൂപ്പിനകത്ത് ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ സി എന്ന് പറയുന്ന ആൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ആളുടെ കൂടെ മസ്റ്റ് ആയിട്ട് ഡി ഉണ്ടായിരിക്കണം. അതൊരു കണ്ടീഷനാണ്. എ ഉണ്ടെങ്കിൽ കൂടെ ഇ ഉണ്ടാവാൻ പാടില്ല. അതൊരു കണ്ടീഷനാണ്. ഗ്രൂപ്പിനകത്ത് വരുന്ന കണ്ടീഷനിങ്. അപ്പൊ അവർ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ അനലൈസ് ചെയ്ത് ഡെഡ്യൂസ് ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. അനലൈറ്റിക്കൽ ഡിഡക്ഷൻ വഴി നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. അതാണ് നമ്മുടെ ജോലി. അതായത് നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ അവർ കുറെ ക്ലൂസ് തരും. നമ്മുടെ കയ്യിൽ കുറെ നമുക്ക് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായ കുറെ ക്ലൂസ് നമ്മൾ തരും. ആ ഓരോ ക്ലൂസിന്റെയും സഹായത്തോടുകൂടി ഡെഡ്യൂസ് ചെയ്ത് അവരാവശ്യപ്പെടുന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് അനലൈറ്റിക്കൽ റീസണിങ് അല്ലെങ്കിൽ പസിൽ സോൾവിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടീം ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സീക്വൻസ്, ഒരു സീക്വൻഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സീക്വൻസ് അല്ലാണ്ട് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. അതായത് ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഓർഡറിംഗ് ഉണ്ട്. പിന്നെ കോംപ്ലക്സ് ഫാമിലി പസിൽസ് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് റിലേഷന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ബ്ലഡ് റിലേഷൻ എന്നുള്ളതല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ബ്ലഡ് റിലേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത്. റീസണിങ്ങിൽ വളരെ പ്രാധാന്യാർഹിതമായ രണ്ട് ടോപ്പിക്കുകൾ. ഒന്ന് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, രണ്ട് ഫാമിലി റിലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ.
അപ്പം ഈ രണ്ട് ടോപ്പിക്കുമായിട്ട് നേരിട്ട് ഈ ടോപ്പിക്കിലെ ചോദ്യമാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ ഈ ടോപ്പിക്കായിട്ട് ചെറിയ രീതിയിലുള്ള ബന്ധങ്ങൾ പുലർത്തുന്ന രീതിയിൽ പസിൽസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് അനലൈറ്റിക്കൽ റീസണിങ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. യെസ്, ഇനി ഓരോന്നിനെയും കുറിച്ച് എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, ഒരു തിയററ്റിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം. പക്ഷെ തിയററ്റിക്കൽ അനാലിസിസിനല്ല ഇവിടെ പ്രാധാന്യം. എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നു, എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. കാരണം ഒരു പർട്ടിക്കുലർ തിയറി ആയിട്ടോ ഒരു ഇക്വേഷൻ ആയിട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല. സോ അനലൈറ്റിക്കൽ പസിൽസിൽ പ്രധാനമായിട്ടും അണ്ടർ ദിസ് സെഗ്മെന്റ് ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഗിവൺ ഇൻഫർമേഷൻ. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തരുന്നുണ്ടായിരിക്കും, അത് അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും നമുക്ക് കഴിയണം. ആൻഡ് പ്രസന്റ് ദ ഗിവൺ ഇൻഫർമേഷൻ ഓർ ഡേറ്റ ഇൻ അനലൈറ്റിക്കൽ വേ സോ ദാറ്റ് ഡെഡ്യൂസിംഗ് ദ റിസൾട്ട് ബിക്കംസ് ഈസി. അതായത് വ്യക്തമായ ധാരണയോടുകൂടി അനലൈറ്റിക്കൽ ആയിട്ട് ഡെഡ്യൂസ് ചെയ്തെത്തുക. നമ്മൾ ഈ ശരിക്കും പറയാം, എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഈ ടി വിയിലൊക്കെ അശ്വമേധം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ത്യക്കാരനാണോ ഏഷ്യക്കാരനാണോ ജീവിച്ചിരിപ്പുണ്ടോ, അങ്ങനെ ഒരു 10ഓ 20ഓ ചോദ്യങ്ങളിലൂടെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് എത്തുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പം അത് ഒരു അനലൈറ്റിക്കൽ ഡിഡക്ഷൻ ആണ് അല്ലെ. അതായത് ആള് ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ കിട്ടുന്ന സൂചനകൾ, ക്ലൂസ്, ആ ക്ലൂസിന്റെ സഹായത്തോടു കൂടി ഒരു ആളിലേക്ക് എത്തിച്ചേരുന്നു. അത് തന്നെയാണ് ഈ അനലിറ്റിക്കൽ പസിൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻഫർമേഷൻസ്, കുറച്ച് ഡേറ്റാസ് അവർ പ്രൊവൈഡ് ചെയ്യും. ആ ഡേറ്റാസിന്റെ സഹായത്തോടു കൂടി അവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഡെഡ്യൂസ് ചെയ്ത് എന്തൊക്കെയാവാം എന്തൊക്കെയല്ല എന്ന് അനലൈസ് ചെയ്ത് എത്തിപ്പെടുക എന്നതാണ് അനലിറ്റിക്കൽ പസിൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദ കാൻഡിഡേറ്റ്സ് ആർ ടെസ്റ്റഡ് ഇൻ ദ ഏരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കമ്പാരിസൺ, അതായത് ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരാം. കമ്പാരിസൺ, താരതമ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. സിറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. എല്ലാം ഞാൻ നേരത്തെ പരാമർശിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജംബിൾഡ് പാറ്റേൺ, നമ്മൾ ഇംഗ്ലീഷിൽ പാരാ ജംബ്ലിംഗ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സിനോണിംസും ആന്റോണിംസും എന്താണ് പ്രിപ്പോസിഷനും ഒക്കെ പോലെ തന്നെ ധാരാളമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന, ലേറ്റസ്റ്റ് ആയിട്ട് ധാരാളമായി ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഇംഗ്ലീഷിലെ പ്രാധാന്യാർഹിതമായ ടോപ്പിക്കാണ് പാരാജംബ്ലിംഗ്. പാരാജംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫുകൾ ഓർഡർ തെറ്റിച്ച് പോയിന്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മളത് കൃത്യമായ ഓർഡറിൽ വൺ ആഫ്റ്റർ ദ അതർ എന്ന രീതിയിൽ മാറ്റുന്നതിനാണ് പാരാജംബ്ലിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതേപോലെ ജംബിൾഡ് ആയിട്ടുള്ള, അതായത് വ്യക്തമായ ഓർഡറിൽ അല്ലാത്ത, ഓർഡർ തെറ്റിച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് തരികയും അത് നേരായ രീതിയിൽ ആക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പാരാജംബ്ലിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജംബിൾഡ് പാറ്റേണിൽ നമുക്ക് തരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നത്. ഇനി ചില ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ബിലോങ്ങിങ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നോൺ ബിലോങ്ങിങ്സിനെ കുറിച്ചോ ആയിരിക്കും. ഓഫ് സം ഒബ്ജക്ട്സ് ഓർ പേഴ്സൺസ് വിത്ത് സം അതർ ഒബ്ജക്ട്സ് ഓർ പേഴ്സൺസ് ഈസ് ഗിവൺ on the basis of analysis of these instructions question have to be answered. Okay, then പിന്നെ നമുക്ക് കണ്ടീഷനിങ്, ഇത് ഓൾറെഡി നമ്മൾ ആദ്യമേ പോയിന്റിൽ പറഞ്ഞതാണ്. ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം, ചില ഗ്രൂപ്പിംഗ് ഉണ്ടായിരിക്കാം, ടീം ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ. കണ്ടീഷനിങ്, ഗ്രൂപ്പിംഗ്, ടീം ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പൊ ചില ആൾക്കാരെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരാം. ആ ഗ്രൂപ്പിങ്ങിന് പിന്നിൽ ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, ചില നിബന്ധനകൾ. കണ്ടീഷൻ ഉദ്ദേശിക്കുന്ന നിബന്ധനകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ചില നിബന്ധനകൾ ഉണ്ടായിരിക്കും, ആ നിബന്ധനകൾ നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരാം. ആ നിബന്ധനകൾ ചോദ്യത്തിൽ വരും. അതായത് എയുടെ കൂടെ ഒരിക്കലും സി ഉണ്ടാവാൻ പാടില്ല, ബിയും സിയും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവാൻ പാടില്ല, എനെയും ബിനെയും സിനെയും നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അവർ പറയുന്ന കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് എന്ത് ഫോം ചെയ്തെടുക്കാൻ, ഗ്രൂപ്പ് ഫോം ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പൊ അവിടെ സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടീഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് സെലക്ട് ചെയ്യേണ്ടാത്ത പേഴ്സൺസിനെ നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ടീം സെലക്ഷൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അടുത്തതാണ് പസിൽസ് ബേസ്ഡ് ഓൺ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ഈവൻസ്. ഒരു പർട്ടിക്കുലർ സീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ
ചില ക്ലൂസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടായിരിക്കും, ഈ ചില ഈവൻസിന്റെ ഒക്കറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് അനലൈസ് ചെയ്യുന്നു, ആ ഇൻഫർമേഷൻസിലെല്ലാം അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് ശരിയായിട്ടുള്ള സീക്വൻസ് നമ്മൾ തന്നിട്ടുള്ളതിൽ നിന്ന് ഫ്രെയിം ചെയ്തെടുക്കുന്നു ആൻഡ് അതിനനുസൃതമായിട്ട് നമ്മൾ ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് തിയറി ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും, ഓരോ ചോദ്യങ്ങളും ഏത് രീതിയിലാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. കേട്ടോ? പിന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരുന്ന പസിൽസ്, ഫാമിലി പസിൽസ് എന്തൊക്കെയാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്? നമ്മൾ ബ്ലഡ് റിലേഷൻ നമുക്കൊരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ഓൾറെഡി പഠിക്കാനുണ്ട് അല്ലെ? യെസ്, ബ്ലഡ് റിലേഷൻ വളരെ രസമുള്ള ഒരു ടോപ്പിക്കാണ്. റീസണിങ്ങിനകത്ത് ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് ഒന്ന് വെച്ച് നിൽക്കാറുള്ള, പക്ഷെ ഒരുമാതിരി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ചോദ്യത്തിന്റെ റേഞ്ച് പോലെ ഇരിക്കും അല്ലെ? ചില ചോദ്യങ്ങൾ ഒരല്പം കൺഫ്യൂസിംഗ് ആയിരിക്കാം, ചിലത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ബ്ലഡ് റിലേഷനകത്ത് ഉണ്ടാവും. പക്ഷെ സാധാരണ ഒരു ബ്ലഡ് റിലേഷൻ ചോദ്യത്തിനകത്ത് നമ്മൾ കാണുന്ന പോലെ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കാറുള്ള ആ ഒരു അച്ഛനാണ്, മകനാണ്, എന്താണ്, അമ്മാവനാണ്, അമ്മായിയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു റിലേഷൻ ആയിരിക്കില്ല നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതായത് എന്താണ് ബ്ലഡ് റിലേഷൻ, നോട്ട് ഓൺലി ദ റിലേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ്, ഇവിടെ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. അതായത് അതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയാമെങ്കിൽ കൂടെയും അപ്പാർട്ട് ഫ്രം ദ റിലേഷൻഷിപ്പ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പാർട്ട് ഫ്രം ദ റിലേഷൻഷിപ്പ്, അനലൈറ്റിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാമിലി പസിൽസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആൾക്കാരുടെ പ്രൊഫഷൻസ് അതിനകത്തൊരു ഭാഗമായിരിക്കാം, അവരുടെ ക്വാളിറ്റീസ് ഒരു ഭാഗമായിരിക്കാം, അവര് ധരിക്കുന്ന ഡ്രസ്സുകൾ ഒരു ഭാഗമായിരിക്കാം, അവരുടെ പ്രിഫറൻസുകൾ, അവരുടെ മുൻഗണനകൾ ഒരു ഭാഗമായിരിക്കാം. അതർ തിങ്സ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ആർ ഓൾസോ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ബ്ലഡ് റിലേഷൻ മാത്രമല്ല നമ്മൾ അണ്ടർ കൺസിഡറേഷനിൽ വെക്കുക, സോ കോൾഡ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തിൽ വെക്കാറുണ്ട്? കൺസിഡറേഷനിൽ വെക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ദ റിലേഷൻഷിപ്പ് സിംബൽസ് ആൻഡ് ഫാമിലി ഡയഗ്രാംസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഫാമിലി ഡയഗ്രാം നമ്മൾ ബ്ലഡ് റിലേഷന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബേസിക്കലി ഇതിനകത്ത് തിയററ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ചോദ്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 1 by 1 ആയിട്ട് പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സോ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ 1. 7 students A, B, C, D, E, F and G take a series of tests. എയും ബിയും സിയും ഡിയും ജിയും, എയും ബിയും സിയും ഇയും എഫും ജിയും ആരൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് എഴുതി വെക്കുകയാണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നു? ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് എടുക്കുന്നു. നോ 2 സ്റ്റുഡൻസ് ഗെറ്റ് ദ സെയിം മാർക്ക്. ഒരിക്കലും 2 സ്റ്റുഡൻസിന് ഒരേ മാർക്ക് കിട്ടുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കുകളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അല്ലെ? എ ഓൾവേസ് സ്കോർ മോർ ദാൻ ബി. ഇപ്പൊ എക്ക് കിട്ടുന്ന മാർക്ക് എല്ലായ്പ്പോഴും ബിയേക്കാൾ വലുതായിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും അല്ലെ? വലുത് എന്ന് പറയുന്ന ആളുടെ നേരെ ഇത് ഓപ്പൺ ആയിട്ട് വരണം. എ ഗ്രേറ്റർ ദാൻ ബി സിമ്പിൾ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഉപയോഗിക്കുന്നതാണ്. ദി സിമ്പിൾ ഈസ് ഗ്രേറ്റർ. ഈ ഇത് നേരെ തിരിച്ചതാണെങ്കിലോ ലെസ്സർ അല്ലെ, അല്ലെങ്കിൽ ലോവർ, ആളെക്കാൾ താഴെയാണെന്നുള്ള അർത്ഥത്തിൽ കാണിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയുന്ന അനുസരിച്ച് എ ഓൾവേസ് സ്കോർ മോർ ദാൻ ബി. അപ്പൊ എ എന്ന് പറയുന്നത് ബിനേക്കാൾ വലുതാണ്, എ ഗ്രേറ്റർ ദാൻ ബി. ജി ഓൾവേസ് സ്കോർ മോർ ദാൻ എ. ഈ എനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആളാണ് ജി. അപ്പൊ അത് എയുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. എ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇതിൽ നിന്ന് മനസ്സിലാവും ജി ഓൾവേസ് സ്കോർ മോർ മാർക്ക് ദാൻ എ. അവിടുന്ന് നമുക്കൊരു അന്തർധാര സജീവമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ അവര് പറയാണ്ട് തന്നെ ഒരു കാര്യം പറയാം, ജിക്ക് ബിനേക്കാളിലും മാർക്ക് കിട്ടുന്ന ഒരാളാണ് ജി. അത് അവര് പറയണമെന്നില്ല, അവിടെയാണ് നമ്മുടെ അനലിറ്റിക്കൽ ഡിഡക്ഷൻ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താണ് അവർ പറയുന്നത് നോക്കുക. ഇപ്പൊ അടുത്ത സെന്റൻസ് നമ്മൾ ഈ സിനാരിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈച്ച് ടൈം എയ്തർ സി സ്കോർ ദ ഹയസ്റ്റ് ആൻഡ് ഇ സ്കോർ ദ ലീസ്റ്റ് ഓർ ടി സ്കോർ ദ ഹയസ്റ്റ് ആൻഡ് എഫ് ഓർ ബി സ്കോർസ് ദ ലീസ്റ്റ്.
സോ അതിനുശേഷം അവരെന്താണ് പറയുന്നത്? ഇഫ് ബി ഈസ് റാങ്ക്ഡ് 6th ആൻഡ് ബി ഈസ് റാങ്ക്ഡ് 5th അക്കോർഡിംഗ് ടു ദെയർ മാർക്സ്, then which of the following can be true എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഞാൻ ഇതിന് റാങ്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റീസ് ഒക്കെ നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് വരെ നമ്മൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് അത് ഈ സിനാരിയോയിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്. ഈച്ച് ടൈം എയ്തർ സി സ്കോർ ദ ഹയസ്റ്റ് ആൻഡ് ഈ സ്കോർ ദ ലീസ്റ്റ്. അതായത് മൊത്തം എത്ര പേരുണ്ടെന്ന് നോക്കുക. ഞാൻ അത്രയും ലൈൻസ് വരയ്ക്കണം. 1 2 3 4 5 6 7 പേരാണ്. ഓക്കെ, ഇൻ എ കേസ് ഈ ഹയസ്റ്റ് ഈച്ച് ടൈം സി സ്കോർസ് ദ ഹയസ്റ്റ്, അതായത് സി ആണ് ഹയസ്റ്റ് ആയിട്ട് മാർക്ക് വാങ്ങുന്നതെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഏറ്റവും കുറവ് മാർക്ക് വാങ്ങുന്നത് ഇ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എനിക്ക് പ്ലേസ് ചെയ്യാം. ഇനി അതേ സെന്റൻസിനോടൊപ്പം അവർ മറ്റൊരു സംഗതി കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. പിന്നെ അവരെന്താണ് പറയുന്നത്? സി സ്കോർസ് ദ ഹയസ്റ്റ് ആൻഡ് ഇ സ്കോർസ് ദ ലീസ്റ്റ്, ഓർ ഡി സ്കോർസ് ദ ഹയസ്റ്റ്. ഡി ആണ് ഹയസ്റ്റ് സ്കോർ ചെയ്യുന്നതെങ്കിൽ അത് അടുത്തൊരു പോസിബിലിറ്റി ആണ്, അതും കൂടെ എഴുതി വെക്കാം. ഇൻ എ കേസ് ഡി ആണ് ഹയസ്റ്റ് സ്കോർ ചെയ്യുന്നതെങ്കിൽ എഫ് ഒ ബി ഒ ആയിരിക്കും ലീസ്റ്റ് സ്കോർ ചെയ്യുന്നത്. അല്ലെ, ഇവർ പറയുന്ന എല്ലാം ശരിയായിരിക്കണം എന്നില്ല, നമ്മുടെ യുക്തി അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളെന്ന് ആദ്യമേ തന്നെ എടുത്ത് പറയുന്നുണ്ട്. എഫ് ഒ ബി ഒ ആയിരിക്കും എന്ത് സ്കോർ ചെയ്യുന്നത്? ലീസ്റ്റ് സ്കോർ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ എഫ് അല്ലെങ്കിൽ ബി ആയിരിക്കും ഏറ്റവും കുറവ് സ്കോർ ചെയ്യുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഡി ഈസ് റാങ്ക്ഡ് 6th ആൻഡ് ബി ഈസ് റാങ്ക്ഡ് 5th. ഇനി നമുക്കിപ്പോ 2 കേസസ് എഴുതിയിട്ടുണ്ട്. അതിൽ ശരിയാവാൻ സാധ്യതയുള്ളത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അത് ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് നമ്മുടെ ബ്രില്യൻസ് വരുന്നത്. ഒരു കാര്യം നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എല്ലായ്പ്പോഴും ഏറ്റവും വലിയ മാർക്ക് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അനുസരിച്ച് ബിനേക്കാളി കൂടുതൽ മാർക്ക് മേടിക്കുന്ന 2 പേരുണ്ട്. ശരിയല്ലേ? അപ്പൊ ഒരിക്കലും ബി എന്ന് പറയുന്ന ആള് എവിടെ വരില്ല? ബി എന്ന് പറയുന്ന ആള് ഈ ഫൈനൽ പൊസിഷനിൽ വരില്ല, അല്ലെ? അപ്പൊ ഇവിടെ ബിക്ക് വരാൻ പോസിബിലിറ്റി ഇല്ല. ഇനി അല്ലാണ്ട് ഒരു കാര്യം അവർ ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്നുണ്ട്. ബി എന്ന് പറയുന്നത് എത്രാമതാണ് വരുന്നത്? ബി ഈസ് റാങ്ക്ഡ് 5th അക്കോർഡിംഗ് ടു ദെയർ മാർക്സ്. ബിയുടെ റാങ്ക് വരുന്നത് 5ാമതാണ്. ബിയുടെ റാങ്ക് വരുന്നത് എത്രാമതാണ്? 5ാമതാണ്. അപ്പൊ നമ്മൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ഈ സെക്കൻഡ് കണ്ടീഷൻ തന്നെ മൊത്തത്തിൽ ഫോൾസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഈ ആദ്യത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 1 2 3 4 5 6 7. അവിടെ സിയും ഇയും ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഇനി അവർ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇഫ് ഡി ഈസ് റാങ്ക്ഡ് ദ 6th, 6ാമതാണ്. ഇപ്പൊ ഞാൻ നമ്പറും കൂടെ കൊടുക്കാം. 1 2 3 4 5 6 6ാമതാണ് എന്ത് വരുന്നത്? ഡി വരുന്നത്. 6ാമത് ഡി വരികയാണെങ്കിൽ ശ്രദ്ധിക്കണേ, 6ാമത് ഡി വരികയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ആൻഡ് ബി ഈസ് റാങ്ക്ഡ് 5th, 5ാമത് ബിയും വരികയാണ്. അങ്ങനെയാണ് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്നാണ് നമ്മളോട് അവർ ചോദിക്കുന്നത്. ഇതെങ്ങനെ അനലൈസ് ചെയ്യാം നമുക്ക്? അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് എവിടൊക്കെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ബാക്കി ഇനി വരുന്നത് നമ്മുടെ മുന്നിൽ എഫ് വരുന്നുണ്ട്. ഇനി ഈ ബിനേക്കാളി കൂടുതൽ മാർക്കാണ് എയും മേടിക്കുന്നത് ജിയും മേടിക്കുന്നത്, അല്ലെ? ബിനേക്കാളി കൂടുതൽ മാർക്ക് മേടിക്കാൻ എക്കും ജിക്കും സാധിക്കും. ശരിയാണല്ലോ? സോ ഈ ഓർഡർ പ്രകാരം ഞാൻ പോസിബിൾ കേസസ് എഴുതാണ് കേട്ടോ. ഞാൻ അതിന്റെ ഒരു പോസിബിൾ കേസസ് എഴുതാണ്. എക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, ശരിയല്ലേ? എക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, ശരിയാണല്ലോ? മറ്റൊരു കളർ ഉപയോഗിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. എക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, പോസിബിലിറ്റി ആണ് എഴുതുന്നത്. എക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എ വരാം, അല്ലെ? ഈ ഒരു പൊസിഷനിൽ എ വരാം. അറ്റ് ദ സെയിം ടൈം ജിക്ക് ഇവിടെ വരാം, ഇവിടെ എഫ് വരാം, പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊരു പോസിബിലിറ്റി ആണ്. പോസിബിലിറ്റി നമുക്ക് കൃത്യമായി ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. പോസിബിൾ ആയിട്ട് എന്തൊക്കെ സാധ്യത ഉണ്ടെന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരാനുള്ള പോസിബിലിറ്റി എന്താണ്? ഈ എഫിനെ കുറിച്ച് അവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എഫ് ഇവിടെ വരാം. എഫ് എന്ന് പറയുന്ന ആള് ഈ ഒരു പൊസിഷനിൽ വരാം, ശരിയാണല്ലോ? എഫിന് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ എനെയും ജിനെയും ഇവിടെ കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി
എഫിന് ഇവിടെ വരികയാണെങ്കിൽ, എഫ് നടുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എനെയും ജീനെ ഇതേപോലെ കൊടുക്കും. എനെയും ജീനെയും ഇതേപോലെ കൊടുക്കണം. കാരണം ജീനെ എനിക്ക് ലെഫ്റ്റിൽ കൊടുക്കാൻ പറ്റില്ല. ഈ സെക്കൻഡ് പൊസിഷനിൽ ഒരിക്കലും എന്ത് വരില്ല. ഈ ഒരു ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ നമുക്ക് ഒരിക്കലും എ പോസിബിൾ അല്ല. കാരണം എനേക്കാൾ കൂടുതൽ മാർക്ക് ആര് വാങ്ങിക്കുന്നുണ്ട്? ജി വാങ്ങുന്നുണ്ട്. ശരിയാണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഞാൻ ഇത്രയും പോസിബിലിറ്റി, ഈ 3 പോസിബിലിറ്റി ആണ്. ഈ 3 പോസിബിലിറ്റിയിൽ എന്ത് വേണമെങ്കിലും ആ 2, 3, 4 പൊസിഷനിൽ സംഭവിക്കാം. ശരിയല്ലേ? ഈ 3 പോസിബിലിറ്റിയിൽ എന്ത് വേണമെങ്കിലും ആ 2, 3, 4 പൊസിഷനിൽ സംഭവിക്കാലോ. അക്കാര്യത്തിൽ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അവര് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കുകയാണ്. എഫ് ഈസ് റാങ്ക്ഡ് 3rd or 4th. എഫ് 3ാമതോ വരാം, അല്ലെങ്കിൽ 4ാമത് വരാം. ശരിയാണ്. എഫ് എന്ന് പറയുന്നത് 3ാമത് വരാം, അല്ലെങ്കിൽ 4ാമത് വരാം. ശ്രദ്ധിച്ചിരിക്കണേ. എഫ് എന്ന് പറയുന്നത് 3ാമത് വരാം, അല്ലെങ്കിൽ 4ാമത് വരാം. ശരിയാണല്ലോ? 3ാമതും പോസിബിലിറ്റി ഉണ്ട്, 4ാമതും പോസിബിലിറ്റി ഉണ്ട്. യെസ്. അപ്പൊ അത് നമുക്ക് പരിഗണനയിൽ വെക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. എ ഈസ് റാങ്ക്ഡ് 2nd or 7th. എക്ക് ഒരിക്കലും സെക്കൻഡ് വരാൻ പറ്റില്ല. എക്ക് ഒരിക്കലും സെക്കൻഡ് വരാൻ പറ്റില്ല, അല്ലെ? ഞാൻ ഈ ഒരു റോ നമ്മൾ നോക്കിയ പോസിബിലിറ്റിക്കകത്ത് എ വരുന്നില്ല. ശരിയാണല്ലോ? ഈ ഒരു കോളം നമ്മൾ നോക്കിയ പോസിബിലിറ്റിയിൽ എ വരുന്നില്ല. പിന്നെ 7ാമത് ഓൾറെഡി ഇ ആണല്ലോ. അപ്പൊ ഇനി അത് നോക്കണ്ട, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജി ഇസ് റാങ്ക്ഡ് 1st or 4th. ഫസ്റ്റ് സി ആണ്. 4th ഒരിക്കലും ജി വരാൻ പറ്റില്ല. 4th ഒരിക്കലും ജി വരാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ജി എന്നുള്ള കണ്ടീഷൻ ഫെയിൽ ആവും. ശരിയല്ലേ? കാരണം ജിക്കും ബിക്കും ഇടയ്ക്ക് ആരുണ്ടാവണം? എ ഉണ്ടാവണം. ബിക്ക് തൊട്ട് ശേഷം ആർക്ക് വരാൻ പറ്റില്ല? എക്ക് വരാൻ പറ്റില്ല. അപ്പൊ ജി ഇസ് റാങ്ക്ഡ് ഫസ്റ്റ് എന്നുള്ള കണ്ടീഷൻ ഓൾറെഡി തെറ്റാണ്. സി ആണ് ഫസ്റ്റ്. അപ്പൊ 4th ഒരിക്കലും വരില്ല. ഇനി ഇ ഈസ് റാങ്ക്ഡ് 4th or 3rd. ഫോർത്തിൽ ഇ വരുന്നില്ല. ഇ ഓൾറെഡി ലാസ്റ്റ് പോയല്ലോ. പിന്നെ തേർഡിൽ ഇ വരുന്നില്ല. ജിയോ എയോ എഫ് ഒ വരുന്നുള്ളൂ, അല്ലെ? ജിയോ എയോ എഫ് ഒ ആണ് പോസിബിലിറ്റി ഉള്ളത്. അത് സംഭവിക്കില്ല. പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ പിന്നെ ഈ 2ാമത് വരുന്ന കേസ് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടതിന്റെ മെയിൻ റീസൺ എന്തായിരുന്നു? 2ാമത് വന്ന കേസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിട്ടതിന്റെ മെയിൻ റീസൺ, ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് ഡി ഈസ് റാങ്ക്ഡ് 6th എന്ന്. അതായത് ഡി ഇവിടെ അവർ ഫസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡിയുടെ റാങ്ക് നോർമലി 6 ആണ് വരേണ്ടത്. അതാണ് ഈ ഒരു സെക്കൻഡ് പറഞ്ഞ കേസ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അതൊക്കെയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫസ്റ്റ് ഉള്ള കേസ്, സിയിൽ നിന്ന് തുടങ്ങി ഇയിൽ അവസാനിക്കുന്ന കേസ് വെച്ച് പൂർണ്ണമായും അനലൈസ് ചെയ്തെടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2ാമത്തെ ഒരു ചോദ്യം നോക്കിക്കോളൂ. നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ കമ്പനി സോൾഡ് 6 ഡിഫറെന്റ് കാർ. 6 ഡിഫറെന്റ് ആയിട്ടുള്ള കാറുകളാണ് ഒരു കമ്പനി സോൾഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സ്വിഫ്റ്റ് ഉണ്ട്, സാൻഡ്രോ ഉണ്ട്, ക്രീറ്റ ഉണ്ട്, ഓഡി ഉണ്ട്, ഐറ്റൺ ഉണ്ട്, മാഗ്ന ഉണ്ട്. ഡ്യൂറിങ് എ പീരീഡ് ഓഫ് മൺഡേ ടു സാറ്റർഡേ ആണ് സോൾഡ് ചെയ്യുന്നത്. അതായത് മൺഡേ ഒരു കാർ വിൽക്കുന്നുണ്ട്. അതിന്റെ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയാൽ ഓൺലി 1 കാർ ഈസ് സോൾഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ. ഒരു ദിവസം ഒരു കാറേ വെച്ച് വെക്കുന്നുള്ളൂ. നോ കാർ വാസ് സോൾഡ് ട്വൈസ്. അതായത് ഒരു ദിവസം 2 കാർ അവന് വിൽക്കുന്നില്ല. ഇപ്പൊ മൺഡേ ഒരു കാർ വിൽക്കുന്നുണ്ട്, ട്യൂസ്ഡേ ഒരു കാർ വിൽക്കുന്നുണ്ട്, വെനസ്ഡേ ഒരു കാർ വിൽക്കുന്നുണ്ട്, തേഴ്സ്ഡേ ഒരു കാർ വിൽക്കുന്നുണ്ട്, ഫ്രൈഡേ ഒരു കാർ വിൽക്കുന്നുണ്ട്, സാറ്റർഡേ ഒരു കാർ വിൽക്കുന്നുണ്ട്. ഇത്രയും ദിവസങ്ങൾ അവർ കാർ വിൽക്കുന്നുണ്ട്. ശരിയാണല്ലോ? ഓരോ ദിവസം ഏതൊക്കെ കാറാണ് വിൽക്കുന്നതെന്നാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് 4 കാർ വെയർ സോൾഡ് ആഫ്റ്റർ ദ കാർ സാൻഡ്രോ. സാൻഡ്രോ വിറ്റതിന് ശേഷം 4 കാറുകളെങ്കിലും വിറ്റിരിക്കണം. ഓക്കെ, സാൻഡ്രോക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാൻഡ്രോ വേണമെങ്കിൽ മൺഡേ വരാം. പോസിബിലിറ്റി അങ്ങ് എഴുതി വെക്കുക കേട്ടോ. സാൻഡ്രോ വേണമെങ്കിൽ മൺഡേ വരാം. അങ്ങനെ വരികയാണെങ്കിൽ താഴെ 4 ദിവസം ഉണ്ട്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഉണ്ട്. സാൻഡ്രോ വേണമെങ്കിൽ ട്യൂസ്ഡേ വരാം. ട്യൂസ്ഡേ വരികയാണെങ്കിൽ താഴെ 4 ദിവസം ഉണ്ട്. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഉണ്ട്. വെനസ്ഡേയിൽ സാൻഡ്രോ വിൽക്കാൻ പറ്റില്ല, കാരണം താഴെ 3 ദിവസമേ ഉള്ളൂ. ഇവര് പറയുന്നത് 4 ദിവസമെങ്കിലും സാൻഡ്ര വിറ്റ് കഴിഞ്ഞുണ്ടാവണം എന്നാണ്. 4 കാറെങ്കിലും വിറ്റ് പോയിട്ടുണ്ടാവണം. അപ്പൊ 4 ദിവസം ഉണ്ടാവണം സാൻഡ്ര വിറ്റ് കഴിഞ്ഞ്. കാരണം ഒരു ദിവസം ഒരു കാറേ വിൽക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ 2 സാൻഡ്ര കണ്ട് പേടിക്കണ്ട. എന്തായാലും ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒക്കെ പോകും. അടുത്ത സെന്റൻസ് നോക്കാം.
സാൻഡ്രോ വരെയാണ് നമ്മൾ പറഞ്ഞത്. ദ കാർ മാഗ്ന വാസ് സോൾഡ് ഓൺ ട്യൂസ്ഡേ. ഒരു തലവേദന ഒഴിഞ്ഞ് ട്യൂസ്ഡേയിലെ സാൻഡ്രോ വെട്ടി, അവിടെ ആര് വന്നു? അവിടെ മാഗ്ന വന്നു. അപ്പൊ ട്യൂസ്ഡേ വിൽക്കുന്ന കാർ ആക്ച്വലി എന്താണ്? മാഗ്നയാണ് അല്ലെ? ട്യൂസ്ഡേയിൽ വിൽക്കുന്ന കാർ ആക്ച്വലി മാഗ്നയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ദ കാർ ഓഡി വാസ് സോൾഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കാർ ക്രീറ്റ. അതായത് ക്രീറ്റ വിറ്റ് കഴിഞ്ഞിട്ട് തൊട്ട് താഴത്തെ ദിവസമാണ് എന്ത് വിൽക്കുന്നത്? ഓടി വിൽക്കുന്നത്. ശരിയല്ലേ? ക്രീറ്റ വിറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഓഡിക്കാർ വിൽക്കുന്നത്. അത് നിലവിൽ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാറായിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. സൈഡിലൊന്ന് എഴുതിയിട്ടു. ആൻഡ് ദ കാർ ക്രീറ്റ വാസ് സോൾഡ് അറ്റ്ലീസ്റ്റ് ബിഫോർ 3 കാർ. അപ്പൊ 3 കാറുകൾക്കെങ്കിലും മുൻപായിരിക്കണം ക്രീറ്റ വിൽക്കുന്നത്. 3 കാറുകൾക്ക് മുൻപ് വിൽക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ സ്ലോട്ടേ ഉള്ളൂ, ഇവിടെ ക്രീറ്റ വരണം അല്ലെ? 3 കാറുകൾക്ക് മുൻപ് വിൽക്കണമെങ്കിൽ അവിടെ ക്രീറ്റ വരണം. പിടികിട്ടിയോ? പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അവിടെ ക്രീറ്റ വന്നാൽ തൊട്ട് താഴെ ആരുണ്ടാവും? ഓടി ഉണ്ടാവും. ശരിയല്ലേ? അവിടെ ക്രീറ്റ വന്നാൽ തൊട്ട് താഴെ ആരുണ്ടാവും? ഓടി ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ. ബോത്ത് ദ കാർ സാൻഡ്രോ ആൻഡ് ഐറ്റൺ സോൾഡ് അറ്റ്ലീസ്റ്റ് ബിഫോർ 1 കാർ. സാൻഡ്രോ ഓൾറെഡി മാഗ്നയ്ക്ക് മുമ്പേ വിറ്റ് കഴിഞ്ഞു അല്ലെ? ഒരു കാറിന് മുൻപേ സാൻഡ്രോ വിറ്റ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഐറ്റണ്ണും വിൽക്കുന്നത് ഒരു കാറിന് മുൻപേ ആയിരിക്കണം, അവസാനം ആയിരിക്കരുത്. അപ്പൊ അവസാനത്തെ പൊസിഷൻ ഒരിക്കലും ഐറ്റണ്ണിന് വരാൻ പറ്റില്ല. ഇനി ബാക്കി നിൽക്കുന്ന ഒറ്റ സ്ലോട്ട് ആയിരിക്കും ഐറ്റണ്ണിന് ഉണ്ടാവുക. അപ്പൊ ഐറ്റൺ ഫ്രൈഡേയിലേ വിൽക്കാൻ പറ്റുള്ളൂ. ഇനി ബാക്കി നിൽക്കുന്ന ഒരേ ഒരു കാർ സാൻഡ്ര ഇതിനകത്ത് കയറി കഴിഞ്ഞു. സാൻഡ്രോ വന്നു കഴിഞ്ഞു. സാൻഡ്രോയാണ്, സാൻഡ്രയല്ല, സാൻഡ്രോയാണ്. ഓക്കെ, സാൻഡ്രോ വന്നു കഴിഞ്ഞു. ക്രീറ്റ വന്നു കഴിഞ്ഞു അല്ലെ? ക്രീറ്റ വന്നു കഴിഞ്ഞു. ഓഡി വന്നു കഴിഞ്ഞു. ഐറ്റൺ വന്നു കഴിഞ്ഞു. മാഗ്ന വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് സ്വിഫ്റ്റും കൂടെ ഉള്ളൂ. ബാക്കി സ്വിഫ്റ്റ് അവസാനത്തെ പൊസിഷൻ. സ്വിഫ്റ്റ്. ഓക്കെ, ഇപ്പൊ സ്വിഫ്റ്റ് അവസാനത്തെ പൊസിഷൻ. അപ്പൊ എല്ലാ പൊസിഷനും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. മൺഡേ സാൻഡ്രോ ആണ് വിൽക്കുന്നത്. ട്യൂസ്ഡേ മാഗ്ന വിൽക്കുന്നു. വെനസ്ഡേ ക്രീറ്റ വിൽക്കുന്നു. തേഴ്സ്ഡേ ഓഡി വിൽക്കുന്നു. ഫ്രൈഡേ ഐറ്റൺ വിൽക്കുന്നു. സാറ്റർഡേ സ്വിഫ്റ്റ് വിൽക്കുന്നു. ഇനി എന്താണ് ചോദ്യത്തിൽ ചോദിക്കുന്നത്? സ്വിഫ്റ്റ് കാർ വിറ്റ ദിവസം ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ? സ്വിഫ്റ്റ് കാർ വിറ്റ ദിവസം ഏതാണോ? സ്വിഫ്റ്റ് കാർ വിറ്റത് സാറ്റർഡേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. സ്വിഫ്റ്റ് കാർ വിറ്റ ദിവസം ഏതാണ്? സാറ്റർഡേ ആണ്. ഇതാണ് മക്കളെ അനലൈറ്റിക്കൽ റീസണിങ്. ഈ ലെവലിലുള്ള ചോദ്യങ്ങളാണ് അനലൈറ്റിക്കൽ റീസണിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? സോ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ എ സ്കൂൾ ദെയർ വെർ 6 ടീച്ചേഴ്സ്. ഒരു സ്കൂളിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? 6 ടീച്ചേഴ്സ് ഉണ്ട്. അവിടെ എയും ബിയും പഠിപ്പിക്കുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും ആണ്. അപ്പൊ എ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ബിയും എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ആണ് കേട്ടോ. ആൻഡ് ആയതുകൊണ്ട് രണ്ടുപേരും രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഡിയും എയും മാത്സും സയൻസും ആണ് പഠിപ്പിക്കുന്നത്. ഡി എ ഓൾറെഡി എഴുതിയതാണ്. ഇനി ഡി എന്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി? മാത്സും സയൻസും പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. മാത്സ് ആൻഡ് സയൻസ് പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എയും മാത്സ് ആൻഡ് സയൻസ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ഡി ആൻഡ് എ ഡോട്ട് മാത്സ് ആൻഡ് സയൻസ്. ഓൾറെഡി ഹിന്ദി ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. അപ്പൊ എക്ക് അവിടെ മാത്സും കയറി, സയൻസും കയറി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിയും ഇയും ഇംഗ്ലീഷും മാത്സും ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ സി ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്, മാത്സ് എടുക്കുന്നുണ്ട്. ഇയും ഇംഗ്ലീഷും എടുക്കുന്നുണ്ട്, മാത്സും എടുക്കുന്നുണ്ട്. എഫും ബിയും എന്താണ് പഠിപ്പിക്കുന്നത്? ഹിന്ദിയും ഫ്രഞ്ചും ആണ് പഠിപ്പിക്കുന്നത് അല്ലെ? എഫും ബിയും എ ബി സി ഡി ഇ എഫ് ഹിന്ദിയും ഫ്രഞ്ചും അല്ലെ? ഹിന്ദിയും ഫ്രഞ്ചും ആണ് പഠിപ്പിക്കുന്നത്. ബി ഫ്രഞ്ച് കൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ബി ഫ്രഞ്ച് കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ബി ഓൾറെഡി ഹിന്ദി എഴുതിയതാണ്. ബി ഫ്രഞ്ച് കൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഹു ടോട്ട് ദ മാക്സിമം നമ്പർ ഓഫ് സബ്ജക്ട്സ്? ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആരാണ്? ഹിന്ദിയും ഇംഗ്ലീഷും മാത്സും സയൻസും 4 സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആരാണ്? എ ആണ് പഠിപ്പിക്കുന്നത്. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആളാരാണ്? എ ആണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആള് ബി ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത് എ തന്നെയാണ്. ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് സയൻസ് അല്ലെ? ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് സയൻസ് എ ആണ്. അപ്പം ഓപ്ഷൻ സി എ ആണ് ആൻസർ വരും. ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആള് ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി എ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക, ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4 ശ്രദ്ധിച്ചിരിക്കണേ.
നോക്കിക്കേ, നന്നായിട്ട് വായിച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. 8 പേഴ്സൺസ് PQRSTUVW ആരൊക്കെയാണ്? പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്, യു ഉണ്ട്, വി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. ഇങ്ങനെ 8 പേര് ഓരോരോ ഡെസ്റ്റിനേഷൻസിലേക്ക് പോവാണ്. ഓക്കെ, എവിടൊക്കെയാണ് ഡെസ്റ്റിനേഷൻ? ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഗോവ ഉണ്ട്, പനാജി ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്. നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ. ഇവർ പറഞ്ഞിരിക്കുന്ന ഓർഡറിലല്ല അവർ പോകുന്നത്, ഓരോരുത്തരും ഓരോരോ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാൾക്കാരുടെ ഡെസ്റ്റിനേഷൻ ഒരിക്കലും സെയിം അല്ല, അല്ലെ? ഡെസ്റ്റിനേഷൻ ഓഫ് 2 പേഴ്സൺസ് ഈസ് നോട്ട് സെയിം. 2 പേഴ്സൺസിന്റെ ഡെസ്റ്റിനേഷൻ ഒരിക്കലും ഒരേപോലെ വരില്ല. അതിനകത്ത് 6 പോകുന്നത് ഗോവയിലേക്കാണ്. അപ്പൊ ഒരാളുടെ കാര്യം തീരുമാനമായി, 6 പോകുന്നത് ഗോവയിലേക്കാണ്. വി ഈസ് നോട്ട് ഗോയിങ് ടു ഡൽഹി. അപ്പൊ വി എവിടെ പോകുന്നില്ല? വി എന്ന് പറയുന്നത് ഡൽഹി, മുംബൈ, പഞ്ചാബ്. വി എന്ന് പറയുന്നത് ഡൽഹി, മുംബൈ, പഞ്ചാബ്, ഈ 3 സ്ഥലത്തിലേക്ക് പോത്തില്ലെന്നാ പറയുന്നത്. ഈ 3 സ്ഥലത്തിലേക്ക് പോത്തില്ല. ഞാൻ പോത്തില്ലെന്ന് കാണിക്കാൻ ഒരു ഇന്റു മാർക്ക് അവിടെ ചുമ്മാ കൊടുത്തിരിക്കുന്നതാണ്. ഈ 3 സ്ഥലത്തിലേക്ക് വി പോകുന്നില്ല. പോകുന്നതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് വരുന്നത്. പോകാത്തത് നമുക്ക് ഫർദർ യൂസിന് എടുക്കാം. ഓക്കെ, അപ്പൊ വി ഈസ് നോട്ട് ഗോയിങ് ടു ഡൽഹി, മുംബൈ, പഞ്ചാബ്. എസ് ആൻഡ് ടി ഗോയിങ് ടു യു പി ആൻഡ് പനാജി റെസ്പെക്റ്റീവ്ലി. അപ്പൊ എസ് പോകുന്നത് ഉത്തർപ്രദേശിലേക്കാണ്, ടി പോകുന്നത് പനാജിയിലേക്കാണ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ 3 പേരുടെ കാര്യം തീരുമാനമായി. ഇനി പിയും ക്യൂവും നോട്ട് ഗോയിങ് ടു പഞ്ചാബ് ഓർ മുംബൈ. പി എന്ന് പറയുന്ന ആള് ആൻഡ് ക്യൂ എന്ന് പറയുന്ന ആള്, പി പഞ്ചാബിലേക്കോ മുംബൈയിലേക്കോ പോത്തില്ല. അതേപോലെ തന്നെ ക്യൂവും എങ്ങോട്ട് പോകുന്നില്ല? പഞ്ചാബിലേക്കോ മുംബൈയിലേക്കോ പോകുന്നില്ല. അത് മനസ്സിലായി. ഓക്കെ, നോട്ട് ഗോയിങ് ടു പഞ്ചാബ് ഓർ മുംബൈ. അപ്പം പിയും ക്യൂവും പഞ്ചാബിലേക്കോ മുംബൈയിലേക്കോ പോകുന്നില്ല എന്ന് മനസ്സിലായി. ഇനി യു എന്ന് പറയുന്ന ആള് ഡൽഹിയിലേക്കും പോവില്ല, മുംബൈയിലേക്കും പോവില്ല. യു എന്ന് പറയുന്ന ആള് ഡൽഹിയിലേക്കും പോകുന്നില്ല, മുംബൈയിലേക്കും പോകുന്നില്ല. അതും മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് അനലൈസ് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഓരോരുത്തരും പോകാത്ത സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. പി എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് നോക്കുക. പി പോകാത്ത സ്ഥലമാണ് പഞ്ചാബ്, മുംബൈ. പിന്നെ ഗോവയും യു പിയും പനാജിയും ഓൾറെഡി ഫിൽഡ് ആയി കഴിഞ്ഞു. ഗോവയും ഉത്തർപ്രദേശും പനാജിയും ഓൾറെഡി ഫിൽഡ് ആയി കഴിഞ്ഞു. ഇനി ഫിൽഡ് ആവാത്ത സ്ഥലങ്ങളിൽ പിക്ക് എവിടെ പോകാൻ പറ്റില്ല? ഡൽഹിയിൽ പോകാൻ പറ്റില്ല, മുംബൈയിൽ പോകാൻ പറ്റില്ല, പഞ്ചാബിൽ പോകാൻ പറ്റില്ല, അല്ലെ? ഡൽഹി പോകാൻ പറ്റില്ല, മുംബൈ പോകാൻ പറ്റില്ല, പഞ്ചാബിൽ പോകാൻ പറ്റില്ല. ശരിയാണല്ലോ? വിയുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞല്ലേ. വി ആദ്യം ഫില്ല് ചെയ്ത് വെക്കാം. കേട്ടോ. വിക്ക് ഡൽഹിയിലും മുംബൈയിലും പഞ്ചാബിലും പോകാൻ പറ്റില്ല. അപ്പൊ വിക്ക് പോകാൻ പറ്റുന്ന 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇനി പറയുന്ന ചെന്നൈ, ഹൈദരാബാദിലേക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ വിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങള് ചെന്നൈ, ഹൈദരാബാദ്. അത് ആദ്യം ഞാൻ എഴുതി വെച്ചു. ചെന്നൈ, ഹൈദരാബാദ്. ഇനി നമുക്ക് പിയുടെ കാര്യം നോക്കാം. നെക്സ്റ്റ് പറയുന്ന പിയുടെ കാര്യമാണ്. നോക്കിക്കേ, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പേര് ഓൾറെഡി ഫിൽഡ് ആണ്. ഗോവയും പനാജിയും ഉത്തർപ്രദേശും ഓൾറെഡി ഫിൽഡ് ആണ്. മറ്റേത് 2 പോസിബിലിറ്റി ഉള്ളപ്പോൾ ഒരാളെ കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല, അല്ലെ? ഇനി നിങ്ങൾ നോക്കുക, പിക്ക് പഞ്ചാബിലേക്കും മുംബൈയിലേക്കും പോകാൻ പറ്റില്ല. പഞ്ചാബിൽ പോകാൻ പറ്റില്ല, മുംബൈയിൽ പോകാൻ പറ്റില്ല. ബാക്കിയുള്ള പോസിബിലിറ്റി ഡൽഹിയിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ പോവാം, അല്ലെ? ഇപ്പൊ ഡൽഹിയിൽ പോവാം, ചെന്നൈയിൽ പോവാം, ഹൈദരാബാദിൽ പോവാം, അല്ലെ? ഡൽഹിയിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ ആർക്ക് പോവാം? പിക്ക് പോവാം. ഓക്കെ ആണല്ലോ? ഇനി ക്യൂവിന്റെ പോസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ക്യൂവിന്റെ പോസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഓൾറെഡി ഫിക്സ് ആയി നിൽപ്പുണ്ട്. ഗോവയും പനാജിയും ഉത്തർപ്രദേശും ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ക്യൂവിന് പഞ്ചാബിൽ പോകാൻ പറ്റില്ല, മുംബൈയിൽ പോകാൻ പറ്റില്ല. മുമ്പത്തെ സെയിം കേസ്. അപ്പൊ ബാക്കി നിൽക്കുന്ന ഡൽഹിയിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ പോകേണ്ടി വരും, അല്ലെ? ഡൽഹിയിലോ ചെന്നൈയിലോ
ഹൈദരാബാദിലോ ആർക്ക് പോകേണ്ടി വരും? ക്യൂവിന് പോകേണ്ടി വരും. ഓക്കെ ആണല്ലോ. സോ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് യുവിന് എങ്ങടൊക്കെ പോവാന്നുള്ള കാര്യമാണ് നോക്കുന്നത്. യുവിന് ഡൽഹി മുംബൈയും പോകാൻ പറ്റില്ല അല്ലെ? ഡൽഹി പോകാൻ പറ്റില്ല, മുംബൈ പോകാൻ പറ്റില്ല. ഗോവയും പനാജിയും ഉത്തർപ്രദേശും ഓൾറെഡി ആൾക്കാർ പോയി കഴിഞ്ഞു. ബാക്കി നിൽക്കുന്ന ചെന്നൈയിലോട്ടോ ഹൈദരാബാദിലോട്ടോ പഞ്ചാബിലോട്ടോ പോവാം. ശരിയല്ലേ? ചെന്നൈയിൽ പോവാൻ വേണമെങ്കിൽ യുവിന് ചെന്നൈയിൽ പോവാം, ഹൈദരാബാദിൽ പോവാം, പിന്നെ പഞ്ചാബിൽ പോവാം അല്ലെ? ചെന്നൈയിലോ ഹൈദരാബാദിലോ പഞ്ചാബിലോ പോവാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ തന്നിട്ടുള്ള ഡേറ്റാസ് എല്ലാം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡബ്ല്യുവിന്റെ കാര്യം ഒരു പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി പിയും ക്യൂവും നമ്മൾ നോക്കുകയാണെങ്കിൽ പിയും ക്യൂവും യുവും നോക്കുക. അവിടെ മൂന്നിടത്തും ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ് മൂന്നിടത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 2 സ്ഥലം 3 പേര്. ശരിയല്ലേ? ശരി. ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ് 3 സ്ഥലം 3 പേര്. അപ്പൊ അത് ഫിക്സ്. അപ്പൊ അത് ഏതെങ്കിലും ഒരാൾ എവിടെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. ശരിയല്ലേ? അതായത് പി ഡൽഹിയിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ക്യൂ ചെന്നൈയിൽ പോകുന്നുണ്ടാവാം. അപ്പം ഡൽഹിയിലോ ചെന്നൈയിലോ പോവുകയാണെങ്കിൽ യുവിന് പിന്നെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പഞ്ചാബ് പോകേണ്ടി വരും. പഞ്ചാബ്. അതായത് ചെന്നൈ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ചെന്നൈയും ഹൈദരാബാദും മുകളില് രണ്ടിടത്തും പി ക്യൂ യു നോക്കുക. അപ്പം 2 സ്ഥലം കോമണാ. ചെന്നൈ ഹൈദരാബാദ് കോമണാ. 2 സ്ഥലം കോമൺ, 3 പേര്. അപ്പം ആ കോമൺ ആയിട്ടുള്ള 2 സ്ഥലത്തോട്ട് പിയും ക്യൂവും പോയാൽ പിന്നെ വരുന്നത് പഞ്ചാബാണ്. ആ പഞ്ചാബിലേക്ക് മസ്റ്റ് ആയിട്ടും ആര് പോകണം? യു പോകണം. അപ്പൊ യു പഞ്ചാബ് എടുക്കാം. അപ്പം ചെന്നൈ ഹൈദരാബാദ് യുവിന്റെ പോസിബിലിറ്റി വെട്ടാം. ശരിയല്ലേ? പിന്നെ നിൽക്കുന്ന ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ പി ഡൽഹിയിൽ പോവുകയാണെങ്കിൽ ക്യൂ എങ്ങോട്ട് പോവാം? ചെന്നൈക്ക് പോവാം. അപ്പോ സ്വാഭാവികമായിട്ടും ഡബ്ല്യു ഹൈദരാബാദിലാണ് പോകേണ്ടത് അല്ലെ? അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ഡബ്ല്യു ഹൈദരാബാദ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഇനി ക്യൂവും നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് പിയും ക്യൂ ഉണ്ട്, ഡബ്ല്യുവിന്റെ 2 ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ പിയും ക്യൂവും. ഓക്കെ, അപ്പൊ ഡബ്ല്യു ഹൈദരാബാദ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് നമുക്ക് വിടാം. പിന്നെ ഒരു പോസിബിലിറ്റി എന്താണ്? ഇവിടെ ഓപ്ഷൻ വെച്ച് നോക്കുക. പി ഡൽഹിക്ക് പോവുകയാണെങ്കിൽ ക്യൂവിനും ഡൽഹിക്ക് പോകാൻ പറ്റില്ല. കാരണം 2 പേർക്കും അവർ ആ ഓപ്ഷൻ അങ്ങ് വെട്ടിക്കൂടോ. 2 പേർക്കും ഒരേ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. പിനും ക്യൂവിനും ഡൽഹിക്ക് പോകാൻ പറ്റില്ല. ഇനി ഡബ്ല്യു പോകുന്നത് ഡൽഹിയിലാണോ മുംബൈയിലാണോ നോക്കിയാൽ മതി. ഡബ്ല്യു പോകുന്നത് ഡൽഹിക്കാണോ മുംബൈക്കാണോ നോക്കിയാൽ മതി. യെസ്, ഡൽഹി എന്തായാലും പിക്കും ക്യൂവിനും കോമൺ ഉണ്ട്. മുംബൈ സിനാരിയോയിലെ വരുന്നില്ല. ഉറപ്പായിട്ടും ഡബ്ല്യു എവിടെ ആയിരിക്കും പോകുന്നത്? ഡബ്ല്യു പോകുന്നത് മുംബൈക്കായിരിക്കും. ഡബ്ല്യു പോകുന്നത് എവിടേക്കായിരിക്കും? മുംബൈക്കായിരിക്കും. ഓപ്ഷൻ ഡി, ഡബ്ല്യു മുംബൈ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എയും ബിയും സിയും ഡിയും ഇയും എഫും സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസ് ആണ് അല്ലെ? എയും ബിയും സിയും ഡിയും ഇയും എഫും സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസ് ആണ്. അവിടെ എയും ബിയും എവിടെ നിന്നുള്ളതാണ്? എ ആൻഡ് ബി ആർ ഫ്രം ദ റെഡ് ഹൗസ്. അവിടെ എ റെഡ് ഹൗസിൽ നിന്നുള്ളതാണ്, ബിയും റെഡ് ഹൗസിൽ നിന്നുള്ളതാണ്. ആൻഡ് ഓൾ അതേഴ്സ് ഫ്രം ദ ഗ്രീൻ ഹൗസ്. ബാക്കി നിൽക്കുന്ന ആളെല്ലാരും അപ്പൊ എവിടെ നിന്നായിരിക്കും? ഗ്രീൻ ഹൗസിൽ നിന്നായിരിക്കും. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇനി ഡിയും എഫും ടോൾ ആണ് അല്ലെ? അൺലൈക്ക് അതേഴ്സ്. അപ്പം ഡി എന്ന് പറയുന്നത് ടോൾ ആണ്, എഫ് എന്ന് പറയുന്നത് ടോൾ ആണ്. അപ്പൊ 2 പേര് ടോൾ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. അതിന്റെ ചെറുത് സ്മോൾ എന്നുള്ള അർത്ഥത്തിൽ എസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി എയും സിയും ഡിയും ബോയ്സ് ആണ്. എ എന്ന് പറയുന്നത് ബോയ് ആണ്, സി എന്ന് പറയുന്നത് ബോയ് ആണ്, ഡി എന്ന് പറയുന്നത് ബോയ് ആണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും എന്തായിരിക്കും? ഗേൾസ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാവരും ഗേൾസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടോൾ ഗേൾ ഫ്രം ഗ്രീൻ ഹൗസ്? ഗ്രീൻ ഹൗസിൽ നിന്നുള്ള ടോൾ ഗേൾ ഏതാണ്? ഇപ്പൊ ഗ്രീൻ ഹൗസ് ടോൾ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇത് ഗ്രീൻ ഹൗസ് ടോൾ വരുന്ന ഒരു ഓപ്ഷൻ ആണ്, പക്ഷെ അത് ബോയ് ആണ്. പിന്നെ ഗ്രീൻ ഹൗസ് ടോൾ വരുന്നത് മറ്റൊരു ഓപ്ഷൻ ഇതാണ്, അത് ഗേൾ ആണ്. അപ്പം ആരാണ്? എഫ് ആണ് ആൻസർ വരിക. എഫ് ഈസ് എ ടോൾ ഗേൾ ഫ്രം ഗ്രീൻ ഹൗസ് അല്ലെ? എഫ് ഈസ് എ ടോൾ ഗേൾ ഫ്രം ഗ്രീൻ ഹൗസ്.
ഗ്രീൻ ഹൗസിൽ നിന്നുള്ള ടോൾ ഗേൾ ആരാണ്? എഫ് ആണ്. സോ ഓപ്ഷൻ എ എഫ് ആണ് ആൻസർ വരിക. എഫ് ഈസ് എ ടോൾ ഗേൾ ഫ്രം എന്താണ്? ഗ്രീൻ ഹൗസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പൊ നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അനലൈറ്റിക്കൽ റീസണിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട തിയററ്റിക്കൽ കൺസെപ്റ്റ്സും 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Until then, bye bye.